തീരും. മൈൻഡ് വളരെ ചെറുതാവും. അവിടെ നമ്മളൊരു ചെറിയ സ്ട്രോയിലൂടെ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അത്രയ്ക്കും ചെറുത് ആയിട്ടുണ്ടാവും. അത്രയ്ക്കും എന്താ പറയാ, അവരുടെ മനസ്സിലേക്ക് വേറൊന്നും വരത്തില്ല. ഇതാണ് ഒരു പ്രധാനപ്പെട്ട സൈക്കോളജിക്കലി നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. ഒരു ആത്മഹത്യ കേട്ടാൽ നമ്മൾ പറയും, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നോ, അവർക്ക് അത് ചെയ്തുകൂടായിരുന്നോ, ഇത് ചെയ്തുകൂടായിരുന്നോ, പോലീസിന്റെ അടുത്ത് പോയിക്കൂടായിരുന്നോ, ഡോക്ടറിന്റെ അടുത്ത് പോയിക്കൂടായിരുന്നോ, ഒരാളുടെ അടുത്ത് അർജന്റായിട്ട് സംസാരിക്കാനായിട്ട് പറയാമായിരുന്നില്ലേ? ഈ തോട്ട്സ് ഒന്നും അവിടെ വരത്തില്ല. ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളിന്റെ ചെറിയ അത്രയ്ക്കും എന്താ പറയാ, സ്ട്രോയുടെ അകത്തോട്ട് നോക്കിയാൽ അത്ര ലൂപ്പിലേക്ക് മൈൻഡ് ചുരുങ്ങിയിട്ടുണ്ടാവും. ഇമ്മൻസ് സ്ട്രെസ്സാണ് അവിടെ. ചുരുങ്ങി വേറെ സാധ്യതകളൊന്നും ഇല്ല. വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത അത്ര അവരുടെ മൈൻഡ് ചെറുതായി പോകും. ഈ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും ആദ്യം ഒരു പ്രാവശ്യം അവർ ഒളിച്ചോടി. അതിനുശേഷം വീട്ടുകാരെല്ലാം തിരിച്ചു കൊണ്ടുവന്നു. പിന്നീട് അവർ എഗെയിൻ പോയി. അവർ കോട്ടയത്തെങ്ങാണ്ട് ഒരു ഹോട്ടലെടുത്ത് താമസിച്ചു. ഫാനിൽ രണ്ടുപേരും കൂടെ ഹാങ് ചെയ്തിരിക്കുക. നമ്മൾ അവിടെ എന്താ ചിന്തിക്കുക? അവർക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു? ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞുകൂടായിരുന്നോ? അവരെല്ലാം മച്ചോർഡായതല്ലേ? അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അവർക്ക് ആ ഒരു തോട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു വലിയൊരു ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ രക്ഷപ്പെട്ടേനെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് കൂടെ, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ കൂടെ ഉണ്ടായിക്കോളാം എന്ന് പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരാരെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു നെഗറ്റീവ് ആൻസർ കൊണ്ടുമാകാം അവരങ്ങനെ ഒരു കഠിനമായ തീരുമാനങ്ങൾ എടുത്തത്. സിറ്റുവേഷനിൽ നമ്മൾ ഓരോ കാര്യങ്ങളിലും ആൾക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പം നമ്മൾ സില്ലിയായിട്ട് കളയുകയോ സീരിയസ് അല്ലാതെ മാറ്റുകയോ ചെയ്യരുത്. അവരുടെ ഓർമ്മയിൽ ആരുടെയെങ്കിലും ഒരു മുഖം വന്ന് അവരെ വിളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഏത് തരത്തിലുള്ള കോൺവെർസേഷൻ ചെയ്ത് ഇവരെ ഹെൽപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ മുന്നോട്ട് സംസാരിക്കുന്നത്. ബ്രേക്കപ്പ്, ഇതിപ്പോൾ വലിയൊരു ഇഷ്യൂ ആണ്. ഒരു പ്രണയങ്ങളിലേക്ക് വരുന്ന ഒരാൾ ബ്രേക്കപ്പ് ചെയ്തു. ആ ഒരാൾ റിലേഷൻഷിപ്പ് ഓക്കെ അല്ല, മറ്റേ ആൾക്ക് ഓക്കെ ആയിരുന്നു. അല്ല പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ലൈഫിൽ വരുന്ന പാളിച്ചകൾ, പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, പാരൻസ് മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ചില കർഷകരൊക്കെ ആത്മഹത്യ ചെയ്യില്ലേ? അവരുടെ കർഷകർ ചെയ്യുന്ന വിളവുകളെല്ലാം നശിച്ചു പോയാൽ അങ്ങനെ ചിലർ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളുടെ പ്രൊഫസർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവർക്കുണ്ടായ